നമസ്കാരം. പാശ്ചാത്യ മാധ്യമങ്ങൾ മാത്രമല്ല, നമ്മുടെ മലയാളം മാധ്യമങ്ങൾ പോലും റഷ്യ യുക്രൈൻ യുദ്ധത്തെ അധിനിവേശം എന്ന ലേബലിലാണ് ചിത്രീകരിക്കുന്നത്. അതായത് മര്യാദയ്ക്കിരുന്ന യുക്രൈൻ എന്ന ഒരു ചെറു രാജ്യത്തിലേക്ക് ഒരു പ്രകോപനവും ഇല്ലാതെ റഷ്യ തൻ്റെ ഹുങ്കു കാണിക്കുന്നതിന് വേണ്ടി കടന്നു കയറി. അതായത് പുട്ടിന് യുദ്ധക്കൊതിയനാണ്, സ്വേച്ഛാധിപതിയാണ്. അതുകൊണ്ട് പുട്ടിന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്തു എന്നതാണ്. എന്നാൽ ഇത് വാസ്തവമല്ല. ഈ യുദ്ധം അമേരിക്ക ചോദിച്ചു വാങ്ങിയതാണ്. ഈ യുദ്ധം അമേരിക്ക ആഗ്രഹിച്ചതാണ്. ഈ യുദ്ധം അമേരിക്കയുടെ ആസൂത്രണമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറിയ ലോകക്രമത്തിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു യുദ്ധം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് കൂടെ യുക്രൈനെ ആത്മവിശ്വാസം നൽകി യുക്രൈനെ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്, തൊട്ടാൽ ഞങ്ങൾ കത്തിച്ചു കളയും എന്നൊക്കെ റഷ്യയെ ഭീഷണിപ്പെടുത്തി പുടിനെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിനിറക്കിയത്. കഴിഞ്ഞ എത്രയോ കാലമായി ഇപ്പോൾ പുടിൻ യുദ്ധം ചെയ്യുമെന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളൊക്കെ വാർത്ത കൊടുത്തതാണ്. ജോ ബൈഡൻ നേരിട്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായി പറയുന്നു യുദ്ധം ചെയ്യുമെന്ന്. കാരണം അത്തരമൊരു യുദ്ധം അമേരിക്കയുടെ ആവശ്യമായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകക്രമം ആകെ മാറിയിരിക്കും. നമുക്കറിയാം, രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപ് ലോകം രണ്ടായി ചേരിതിരിഞ്ഞിരിക്കുകയായിരുന്നു. അത് ജർമ്മനിയുടെയും ബ്രിട്ടൻ്റെയും നേതൃത്വത്തിലായിരുന്നു. അങ്ങനെ ജർമ്മനിയും ബ്രിട്ടനും രണ്ട് ചേരികളിലായി തുടങ്ങിയ യുദ്ധത്തിലേക്ക് സോവിയറ്റ് യൂണിയനും അമേരിക്കയ്ക്കും ഇടപെടേണ്ടി വന്നു. അങ്ങനെയാണ് യുദ്ധത്തിൽ ജർമ്മനിയെ തോൽപ്പിക്കാൻ സാധിച്ചത്. ആ ലോകക്രമം മുമ്പോട്ട് പോവുകയായിരുന്നെങ്കിൽ ബ്രിട്ടൻ തോറ്റമ്പുമായിരുന്നു, ജർമ്മനി ജയിക്കുമായിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയനും അമേരിക്കയ്ക്കും ഇടപെടേണ്ടി വന്നു. അങ്ങനെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും അടക്കമുള്ള സഖ്യകക്ഷികൾ എല്ലാം ചേർന്നിട്ടാണ് കഷ്ടി രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഹിറ്റ്ലറെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് കഴിഞ്ഞതോടെ ലോകക്രമം പൊടുന്നനെ മാറി. ജർമ്മനിയും അപ്രസക്തമായി, ബ്രിട്ടനും അപ്രസക്തമായി. പിന്നീട് ലോകത്തിൻ്റെ നിയന്ത്രണം രണ്ട് ശക്തികളിലായി. ഒന്ന് സോവിയറ്റ് യൂണിയൻ്റെയും രണ്ട് അമേരിക്കയുടെയും. അതായത് അതുവരെ ജർമ്മനിയും ബ്രിട്ടനും നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ലോകക്രമം പൊടുന്നനെ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും നിയന്ത്രണത്തിലേക്ക് പോകുന്നു. 80കളുടെ ഒടുവിൽ സോവിയറ്റ് യൂണിയൻ തകരുന്നതോടെ ഏകഛത്രാധിപതിയായി അമേരിക്ക മാറുന്നു. ലോക പോലീസിൻ്റെ കിരീടം അമേരിക്കയുടെ തലയിലാണ്. മറ്റാർക്കും ചിന്തിക്കാനോ ആലോചിക്കാനോ കഴിയില്ല. ഈ അവസ്ഥയാണ് അമേരിക്ക ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് 90കൾ മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ ലോകചരിത്രം പരിശോധിച്ചാൽ അമേരിക്ക ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു. അമേരിക്കയുടെ വ്യാപാര താല്പര്യവും അമേരിക്കയുടെ പ്രതിരോധ താല്പര്യവും മാത്രമാണ് ലോകത്തിന് താല്പര്യം. ആ ശ്രേണിയിലേക്ക് അവർ റഷ്യയെ കൂടി പിടിച്ചിടാൻ ശ്രമിച്ചു. അതായത് ബാക്കി എല്ലാ രാജ്യങ്ങളും, ബ്രിട്ടനെയും ജർമ്മനിയെയും ഫ്രാൻസിനെയും എല്ലാ രാജ്യങ്ങളെയും അവരുടെ ശ്രേണിക്കുള്ളിൽ കൊണ്ടുവരുന്നു. അതിലേക്ക് റഷ്യയെ കൂടി പിടിച്ചിടാൻ ശ്രമിച്ചു. പക്ഷേ റഷ്യ തിരഞ്ഞെടുത്തത് തികച്ചും വ്യത്യസ്തമായ വഴിയാണ്. പിന്നീട് കാലം മാറിയപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ശ്രേണിയിലേക്ക് അണിനിരുന്നപ്പോഴും റഷ്യ ചൈനയോടൊപ്പം ചേർന്നുകൊണ്ട് അതിശക്തമായ ഒരു ബദൽ ലോകക്രമത്തിന് തുടക്കം കുറിച്ചു. നമുക്ക് ചൈനയുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യയുടെ നമ്പർ 1 ശത്രു ചൈനയാണ്. പക്ഷേ റഷ്യയും ചൈനയും ചേരുന്ന ആ ചേരി അമേരിക്കയ്ക്ക് ഭീഷണിയായി. എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കരുത്തു ചോരുകയും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ആ ചേരി ശക്തമാവുകയും ചെയ്തപ്പോൾ ഒരു കലാപം, ഒരു യുദ്ധം അമേരിക്കയ്ക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഒരു ശീതസമരം വീണ്ടും തുടങ്ങുന്നത്. ശീതയുദ്ധം അവസാനിച്ചു. ശീതയുദ്ധം വീണ്ടും തുടങ്ങണമെങ്കിൽ ഈ ചേരിതിരിവ് വ്യക്തമാവണം. റഷ്യ ചൈനയ്ക്കൊപ്പം ചേർന്ന് അതിശക്തമായി മുൻപോട്ട് പോകുമ്പോഴും അവർ എല്ലാ ലോകങ്ങളോടും എല്ലാ രാജ്യങ്ങളോടും ഒരു ബന്ധവും അടുപ്പവും നിലർത്തി. ഉദാഹരണത്തിന് ഇന്ത്യയുമായുള്ള ബന്ധം. അമേരിക്കയുടെ ചേരിയിലേക്ക് കൂടുതൽ അടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പണ്ട് USSRൻ്റെ ചേരിയിലായിരുന്നു ചേരി ചേരാൻ നയമെങ്കിലും പറഞ്ഞെങ്കിലും. പക്ഷേ അമേരിക്കയോട് നമ്മൾ കൂടെ അടുത്തു വരുന്നു. അമേരിക്കയുടെ ചേരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ എന്നിട്ടും റഷ്യയുമായി നമുക്ക് ബന്ധമുണ്ടാക്കി. എന്തിനേറെ, നാറ്റോയുടെ പ്രധാനപ്പെട്ട കക്ഷിയായ അമേരിക്കയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ജർമ്മനി റഷ്യയുമായി വലിയ ബന്ധമുണ്ടാക്കി. ജർമ്മനിയും റഷ്യയും തമ്മിൽ പൈപ്പ് ലൈൻ ബന്ധമൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ റഷ്യ അമേരിക്കയുടെ സഖ്യകക്ഷികളിലേക്ക് കൂടി അവരുടെ ശക്തിയും വേരും വ്യാപിപ്പിച്ചതോടെ അമേരിക്കയ്ക്ക് ഇരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അവർക്ക് ശീതയുദ്ധം ആരംഭിക്കേണ്ടതായിരുന്നു. രണ്ട് ശാക്തിക ചേരികൾ ഉണ്ടാക്കേണ്ടതായിരുന്നു. നിങ്ങൾ ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ റഷ്യ ചൈന അച്ചുതണ്ടിൻ്റെ കൂടെ. ഈ ഒരു നിലപാടിൻ്റെ ഭാഗമായാണ് വാസ്തവത്തിൽ ഈ പ്രകോപനമുണ്ടാക്കിയതും യുദ്ധം വരുത്തിയതും. അതിൻ്റെ ഗുണം മനസ്സോടെ ജർമ്മനിക്ക് വ്യാപാര ബന്ധവും പൈപ്പ് ലൈൻ ബന്ധവും ഒക്കെ അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ ശീതയുദ്ധം വീണ്ടും പുനഃസ്ഥാപിക്കുകയും മാറിയ ലോകക്രമത്തിൽ ഞങ്ങളാണ് മുൻപിൽ, നിങ്ങൾ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർത്തി എല്ലാ സ്വതന്ത്ര എക്കണോമിയെയും ഒപ്പം നിർത്തുന്നതിനുള്ള ഒരു നീക്കം. ആ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഇത്. എൻ്റെ കണ്ടുപിടുത്തമല്ല. വാസ്തവത്തിൽ അമേരിക്ക ഭരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കണ്ടുപിടുത്തമാണ്.
അവർ കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിൽ, നമുക്കിങ്ങനെയുള്ള ചർച്ചകൾ പോലും അനുവദിക്കില്ല, അമേരിക്കയിൽ ഫോക്സ് ന്യൂസിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തുളസി ഗാബാർഡ് നടത്തിയ അഭിപ്രായ പ്രകടനം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാനത് പ്രേക്ഷകരെ കേൾപ്പിക്കാം. ഈ കോപ്പിറൈറ്റ് വിഷയമുള്ളതുകൊണ്ട് ഞാൻ ഓഡിയോ മാത്രമാണ് കേൾപ്പിക്കുന്നത്. തുളസി ഗാബാർഡിനെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തുളസി ഗാബാർഡ് ഇന്ത്യൻ വംശജയാണെന്നാണ് പലരും കരുതുന്നത്. അല്ല, ഇന്ത്യൻ വംശജ അല്ല. അവർ സുമോവ വംശജയാണ്. അവർ ജനിച്ചതും അവരുടെ മാതാപിതാക്കൾ ജനിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിൽ തന്നെയാണ്, അമേരിക്കക്കാരിയാണ്. പക്ഷേ സുമോവ പശ്ചാത്തലമാണ്. പക്ഷേ അവർ ഹിന്ദുമതം സ്വീകരിച്ചു ചെറുപ്പം മുതൽ. തുളസി ഹിന്ദുമതം സ്വീകരിക്കുകയും ഹിന്ദുമതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഹിന്ദുമതത്തിൻ്റെ സംസ്കാരം തുടരുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് തുളസി എന്ന് പേര് വന്നത് അവരുടെ സഹോദരിമാർക്കും ഒക്കെ ഹിന്ദു നാമമാണ്. ഈ തുളസി സെനറ്ററായിരുന്നു, അമേരിക്കൻ കോൺഗ്രസ്സിലുണ്ടായിരുന്നു. അമേരിക്കൻ കോൺഗ്രസ്സിൽ എത്തുന്ന ആദ്യത്തെ ഹിന്ദുമത വിശ്വാസിയാണ് തുളസി. തുളസി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് അവർ ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു. പിന്നീട് ബൈഡന് വേണ്ടി പിന്മാറിയതാണ്. ഓർക്കണം, അത്രയേറെ രാഷ്ട്രീയ സ്വാധീനമുള്ള നേതാവാണ് തുളസി. ആ തുളസിയാണ് വളരെ ശക്തമായ ഭാഷയിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നതും ഈ യുദ്ധത്തിൻ്റെ രാഷ്ട്രീയം അമേരിക്കയ്ക്ക് എതിരായി പറഞ്ഞിരിക്കുന്നതും കേൾക്കുക. President Biden could end this crisis and prevent a war with Russia by doing something very simple, guaranteeing that Ukraine will not become a member of NATO. Because if Ukraine became a member of NATO, that would put US and NATO troops directly on the doorstep of Russia, which, as Putin has laid out, would undermine their national security interests. The reality is that it is highly, highly unlikely that Ukraine will ever become a member of NATO anyway. So the question is, why doesn't President Biden and NATO leaders actually just say that and guarantee it? Which begs the question of why are we in this position then? If the answer to this and preventing this war from happening is very clear as day, and really it just points to one conclusion that I can see, which is they actually want Russia to invade Ukraine. Why would they? Because number one, it gives the Biden administration a clear excuse to go and levy draconian sanctions, which are a modern day siege against Russia and the Russian people. And number two, it cements this Cold War in place. The military-industrial complex is the one that benefits from this. They clearly control the Biden administration. Warmongers on both sides in Washington have been drumming up these tensions. If they get Russia to invade Ukraine, then again, it locks in this new Cold War. The military-industrial complex starts to make a ton of more money than they have been in fighting Al-Qaeda or making weapons for Al-Qaeda. And who pays the price? The American people pay the price. The Ukrainian people pay the price. The Russian people pay the price. It undermines our own national security, but the military-industrial complex that controls so many of our politicians wins, and they run to the bank. I've looked at this carefully, Tucker, and I have yet to find any benefit that a political leader has used or could use to justify this to the American people. All you hear is like, well, we have to defend democracy. We have to defend this democratic country of Ukraine. But as you know very well, this current president, shuts down, arrests political opposition, throws them in jail, shuts down TV stations that are critical to him. I have a hard time seeing how President Biden or anyone can say with an honest face, we are defending democracy. And the reason is because our own government has publicly supported these authoritarian actions by the Ukrainian president in shutting down their own political opposition. And it begs the question, this sounds familiar to some of the things that unfortunately we're seeing play out right here at home. ഇവിടെ തുളസി വ്യക്തമായി പറയുന്നുണ്ട്, ജോ ബൈഡൻ തീരുമാനിച്ചിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാകുമായിരുന്നെന്ന്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട പോയിന്റും. ബൈഡൻ റഷ്യയ്ക്ക് ഉറപ്പ് കൊടുത്താൽ മതിയായിരുന്നു, യുക്രൈനെ ഞങ്ങൾ നാറ്റോ സഖ്യത്തിൽ ചേർക്കില്ല എന്ന്. യുക്രൈൻ്റെ പ്രശ്നം വളരെ ലളിതമായിരുന്നു. നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാവാൻ പാടില്ല. അത് ഉചിതമാണ് എന്ന് അമേരിക്കയിലെ നേതാവായ തുളസി പോലും പറയുന്നു. അതായത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാകുന്നതോടെ അമേരിക്കയുടെ നയങ്ങളിലേക്ക് പൂർണ്ണമായും റഷ്യ മാറുകയും നാറ്റോ സഖ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനം റഷ്യയുടെ അടുപ്പിൻ ചോട്ടിൽ വേവുകയും ചെയ്യും. നമുക്കറിയാം ക്രീമിയയിൽ സംഭവിച്ചത് എന്താണെന്ന്. ക്രീമിയ റഷ്യയുടെ നോർത്തേൺ ഫ്ലീറ്റ് എന്ന് പറയുന്ന റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാവിക കേന്ദ്രമാണ്. ഈ നോർത്തേൺ ഫ്ലീറ്റ് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഏകപക്ഷീയമായി 2014 അത് പിടിച്ചെടുത്തു. ആർക്കും ഒന്നും അനങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും യുക്രൈൻ പറയുന്നു അവരുടെ ഭാഗമാണ് ക്രീമിയ എന്നല്ല, അത് റഷ്യയുടെ ഭാഗമാണ്. എന്നാൽ
ഈ പറയുന്ന നാറ്റോ സഖ്യത്തിൽ ചേർന്നാൽ, അമേരിക്കൻ സേന അവിടേക്ക് എത്തിയാൽ അവർ ഒരുപക്ഷെ ഈ ക്രീമിയ തിരിച്ചു പിടിക്കുന്നതിന് ശ്രമം നടത്തിയെന്ന് വരാം. അല്ലെങ്കിൽ ക്രീമിയയ്ക്ക് തൊട്ടിപ്പുറത്ത് പുതിയ ഒരു നോർത്തേൺ ഫ്ലീറ്റിന് ബദലായി ഒരു പ്രത്യേക നാവിക കേന്ദ്രം ഉണ്ടാക്കിയെന്ന് വരാം. അങ്ങനെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും റഷ്യയുടെ പരിസര പ്രദേശത്ത് കിടക്കുന്ന സാഹചര്യം അനുവദിക്കില്ല. അതുകൊണ്ടാണ് റഷ്യ പറഞ്ഞത്, ദയവായി നാറ്റോ സഖ്യത്തിൽ യുക്രൈനെ ചേർക്കരുത്. ഇത് വളരെ ന്യായമായ ആവശ്യമായി കരുതേണ്ടി വരും. കാരണം ലിത്വാനിയയും ലാത്വിയയും അടക്കമുള്ള ബാൾട്ടിക് രാജ്യങ്ങളെ 91 കരാറിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്ക നാറ്റോയിൽ ചേർത്തിരുന്നു. ആ നാറ്റോ വിപുലീകരണം ശക്തമായപ്പോൾ, മുമ്പോട്ട് പോയപ്പോൾ, അത് റഷ്യയുടെ അടുക്കള വാതിൽക്കലേക്ക് നീണ്ടപ്പോൾ അതിനെ എതിർക്കണം. കാരണം റഷ്യയെ സംബന്ധിച്ചുള്ള അവരുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ നേതാവ് പറയുന്ന, തുളസി പറയുന്നത്, ഇല്ല, ഞങ്ങൾ ഒരു കാരണവശാലും യുക്രൈനെ ചേർക്കില്ല എന്നൊരൊറ്റ വാക്ക് ജോ ബൈഡൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവുകയായിരുന്നില്ലെന്ന്. അതായത് ഈ യുദ്ധത്തിന് ഉത്തരവാദി അമേരിക്കയാണ്, ജോ ബൈഡനാണ്. അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട ഉക്രൈനികളെ ബലി കൊടുക്കുകയാണ്. ഇതൊരു സത്യമാണ്. അമേരിക്കയിൽ അതിനെ ഒരു നേതാവ് തുറന്നു പറയുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്.